സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കത്തുന്ന ചൂടിൽ കരിഞ്ഞുണങ്ങി കാർഷിക സ്വപ്നങ്ങൾ. കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങിയ വാഴത്തോട്ടങ്ങൾക്ക് മുന്നിൽ നിസ്സഹായരായി കർഷകർ. കാളികാവ് മേഖലയിൽ ആയിരക്കണക്കിന് വാഴകളാണ് മൂപ്പെത്താതെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത്. കൃത്യമായി ജലസേചനവും ഇലക്ട്രിക് വേലി കെട്ടി ആയിരങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ കുലച്ച വാഴകളാണ് മൂപ്പെത്താതെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നത്. കടുത്ത ചൂട് താങ്ങാനാവാതെ ആദ്യം വാഴയുടെ തണ്ട് ഒടിയുകയാണ്. മലയോര മേഖലയിൽ ഈ വർഷം കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. പൂങ്ങോട്, തണ്ടോട്, കരുവാരകുണ്ട് എന്നീ ഭാഗങ്ങളിലാണ് ആയിരക്കണക്കിന് വാഴകൾ നശിച്ചിട്ടുള്ളത്. ബാങ്കിൽ നിന്ന് ലോണെടുത്താണ് പലരും കൃഷി ഇറക്കിയിട്ടുള്ളത്. പൂങ്ങോട് കിഴക്കേപ്പുറം ഭാഗത്ത് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ ആക്കപ്പാറയിൽ ഷമീറിന്റെ 1000-ലധികം വാഴകളാണ് നശിച്ചത്. സംഭവിച്ചപ്പോൾ വാഴ നമ്മളൊരു കഴിഞ്ഞ 8-ാം മാസം വെച്ചതാ. 8-ാം മാസം വെച്ച് എല്ലാം ഉഷാറായി വന്ന 8 വളത്തിന്റെ അടുത്ത് ഞാൻ ചെയ്തിരുന്നു. മാസാമാസം കറക്റ്റ് വളമൊക്കെ ചെയ്ത് ഡെയിലി രാവിലെ വെള്ളം ഒഴിച്ച് നല്ല ക്ലിയർ ആയിട്ട് കുളം ഉണ്ട് അവിടെ. അതിൽ മോട്ടർ 1.5 HP പിന്നെ മോട്ടർ വെച്ച് വെള്ളമൊക്കെ അടിച്ച് ക്ലിയറായി എല്ലാം വന്ന. പക്ഷേ ഈ 2-3 മാസത്തിന്റെ ഈ 2 മാസത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഈ ചൂടായിട്ട് താങ്ങാൻ പറ്റാതെ വെള്ളം അടിക്കുന്നതനുസരിച്ച് വാഴ ഒടിഞ്ഞുകൊണ്ട് നിൽക്കുക. ഇപ്പം ഏകദേശം ഒരു 1100 വാഴേൻ്റെ അടുത്ത് വെച്ച് ഇപ്പം ഏകദേശം ഒരു 1000-ന്റെ അടുത്ത് പോയി. എല്ലാം കൊലച്ച് ഏകദേശം ഒരു 10-30 ഒരു 20 ദിവസത്തെ ഗ്യാപ്പിലിട്ടാണ് ഈ മൂത്ത് കിട്ടേണ്ട കൊലകളാണ് ഒക്കെ അത് ഒടിഞ്ഞെല്ലാം ആകെ കരിഞ്ഞു ഇതായി പോയി. 4-5 ലക്ഷം ഉറുപ്പ്യേൻ്റെ നഷ്ടം ഏകദേശം വന്നിട്ടുണ്ട്. ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഒരു എന്തെങ്കിലും ഒരു പരിപാടി ഉഷാറായി കിട്ടുമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷേ അത് ഇപ്പോൾ ബാങ്കിൽ ലോൺ അടയ്ക്കാനുമായി കടമായി എല്ലാം കൊണ്ടും പ്രശ്നങ്ങളാണ്. കൃഷി ഓഫീസിൽ പോയായിരുന്നു. അപ്പോൾ കൃഷി ഓഫീസിൽ പോയപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അവർ പറയണത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ബാക്കി ഒരു 100-100 വാഴേൻ്റെ അടുത്തുണ്ട്. അത് ഇപ്പോൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ എല്ലാം കൊഴിഞ്ഞു വീഴാണ്. ഇപ്പം നനയ്ക്കാൻ നിന്നാൽ നനയ്ക്കണനുസരിച്ച് മൊത്തം ഒടിയാണ്. രാവിലെ നനയ്ക്കേണ്ട, വൈകുന്നേരം നനയ്ക്കേണ്ട, മോട്ടോർ വെച്ചുകൊണ്ട് അടിച്ച് നനയ്ക്കേണ്ട. പക്ഷെ എന്താ ചെയ്യുക, ഒന്നും ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. 4 ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. മാസത്തിൽ 6000 രൂപ തിരിച്ചടവിന് വേണം. ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഷമീർ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിക വെഡിങ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിക വെഡിങ്സ് നിലമ്പൂർ.